സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്തിന് സമീപം ഗോവൻ സ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വഴക്കും വക്കാണവും പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. എൻ്റെ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുമൊക്കെ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളും നിരന്തരം കാണുന്നു, കേൾക്കുന്നു. കേസിൻ്റെയും അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്നെക്കാളും നിങ്ങളും ഈ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെന്നറിയാം. ഇപ്പോൾ ഇവിടെ അനുബന്ധമായി വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്രീ സത്യജിത് റേയുടെ ഗണശത്രു എന്നൊരു ബംഗാളി സിനിമ ഓർമ്മ വരികയാണ്. 1990 ഈ ചിത്രം ടി വിയിൽ കാണുന്നത്. പിന്നെ ശാഖപ്രശാഖ എന്നൊരു ചിത്രം കൂടെ ശ്രീ റേ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊക്കെ അവസാനകാല ചിത്രമാണ് ഈ ഗണശത്രു. അതിൽ ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംഘർഷവും സംഘട്ടനവുമാണ് വിവരിക്കുന്നത്. ആ ചിത്രം നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കഥ ചുരുക്കി പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. കാരണം ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംഘട്ടനവും പ്രശ്നവും ഒക്കെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആ സിനിമയുടെ ആ ഒരു കണ്ടന്റിനെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണ്. അതിൻ്റെ മറ്റൊരു സാമൂഹ്യ പശ്ചാത്തലമാണ് ഗണശത്രു. എങ്കിൽ പോലും ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംഘട്ടനമാണ് ഈ ചിത്രത്തിൻ്റെയും ഇതിവൃത്തം. വിശ്വാസം പലപ്പോഴും ശാസ്ത്രവുമായി യോജിച്ച് പോകണമെന്നില്ല. വിശ്വാസം ആത്മനിഷ്ഠമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഈശ്വര വിശ്വാസം തന്നെ ഇരിക്കുന്നു. അതിന് ശാസ്ത്രീയമായ തെളിവുകളോ അതിന് മറ്റ് ഡാറ്റാസോ ചോദിച്ചാൽ ശാസ്ത്രജ്ഞർ ചോദിച്ചാൽ വിശ്വാസികൾ കുഴങ്ങിപ്പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ വിശ്വാസത്തിൻ്റേതായൊരു പാതയിലൂടെ നീങ്ങുന്നു, ശാസ്ത്രത്തിൻ്റേതായ പാതയിലൂടെ നീങ്ങുന്നു. എങ്കിൽ പോലും ചിലപ്പോൾ വിശ്വാസത്തെ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ അപഗ്രഥിക്കാനും മറ്റും ശ്രമങ്ങൾ നടക്കാറുണ്ട്. ചില വിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു അടിത്തറ ചിലപ്പോൾ കണ്ടെന്നുമിരിക്കും. ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ അതും ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഭക്തിയെ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയൊക്കെ നോക്കാൻ ശ്രമിച്ചാൽ അത് നോക്കുന്നവരെ കുഴങ്ങിപ്പോവുകയുള്ളൂ. അതുപോലെ അപ്പോൾ ശാസ്ത്രത്തിൻ്റേതായ ഒരു പ്രസക്തി ഉണ്ട്, ഇല്ല എന്നല്ല. ഇവിടെയും ഈ നെയ്യാറ്റിൻകര സ്വാമി പ്രശ്നത്തിലും സമാധി പ്രശ്നത്തിലും ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംഘട്ടനമാണ്. എങ്കിൽ പോലും ശാസ്ത്രത്തിനാണ് നാമൊക്കെ ഇന്നത്തെ പുതിയ തലമുറ അല്ലെങ്കിൽ ശാസ്ത്രം വളർന്നിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ ശാസ്ത്രത്തിനാണ് മുൻഗണന നൽകുന്നത്. അപ്പോൾ ശാസ്ത്രം ജയിക്കട്ടെ എന്ന് മാത്രമേ ഇവിടെ പറയാനൊക്കെയുള്ളൂ. നന്ദി, നമസ്കാരം.